നമസ്കാരം, ഞാൻ ഡോക്ടർ എല്ല മേരി ജോബ്സൺ. എല്ലാ പ്രായക്കാരിലും ചെറിയ തോതിൽ മറവി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മറവി ഉള്ളവർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. പൊതുവെ മറവി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കുറച്ച് പ്രായമായി കഴിഞ്ഞാലാണ്. ഒരു നോർമൽ ഏജിങ് പ്രോസസ്സിന്റെ ഭാഗമായി തന്നെ മറവി വരാം. അങ്ങനെ ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് വാക്കുകൾ ഓർത്തെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മറന്നു വരിക, അതായത് നോർമൽ ഒരു ഏജിങ് പ്രോസസ്സിൽ നടക്കുന്നത് തന്നെയാണ് ഈ മറവി. പിന്നെ അസുഖങ്ങൾ കാരണം വരുന്ന മറവികളുണ്ട്. അൽഷൈമർ ഡിസോർഡർ, അതുപോലെ തന്നെ ഡിമെൻഷ്യ. ഇതിൽ സംഭവിക്കുന്നത് നമ്മുടെ ന്യൂറോൺസിന്റെ തകരാറ് അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ ഡീജനറേഷൻ, ഈ ന്യൂറോൺസ് നശിച്ചു പോവുക. ഇത് കാരണം മറവി സംഭവിക്കാം. അങ്ങനത്തെ മറവി എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ളതാണ്. അവർക്ക് സ്വന്തം പേര് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുകളായിരിക്കും. അവരുടെ ഭാഷയിൽ വരുന്ന വ്യത്യാസം, ഡിസ്ഓറിയന്റേഷൻ, ഇതൊക്കെ കാരണം കൊണ്ട് ഇവരുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങൾ. ബാക്കി മറവി അസുഖങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ അൽഷൈമർ, ഡിമെൻഷ്യ പോലത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി സിവിയർ ആയിട്ടാണ് ഉള്ളത്. പിന്നെ സ്ട്രോക്ക് കാരണം വരുന്ന മറവി, അതായത് സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ ആ ഒരു ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയിൽ വരുന്ന തകരാറ് കാരണം മറവി സംഭവിക്കാം. പിന്നെ ഹെഡ് ഇഞ്ചുറീസ്, ഈ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തലയ്ക്ക് ഇഞ്ചുറീസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് കാരണം വരുന്ന മറവികൾ. ഇത് മാത്രമല്ല, ഒരു ദീർഘകാലമായിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അവർക്കും ചെറിയ തോതിൽ മറവി പ്രശ്നങ്ങൾ വരും. പിന്നെ ക്രോണിക് ആയിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നവർ, ഉറക്കത്തിൽ ദീർഘനാളായിട്ട് പ്രശ്നമുള്ളവർക്ക്, അതുപോലെ തന്നെ പല വിറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കാരണം ഈ മറവി പ്രശ്നങ്ങൾ വരാം. അതായത് B12, വിറ്റമിൻ ഡി പോലത്തെ കാര്യങ്ങളിൽ വളരെയധികം ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാളും കുറവായിട്ടാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ടും പതിയെ മെമ്മറി ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൽക്കഹോൾ അബ്യൂസ്, അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ, വെള്ളം ഒട്ടും തന്നെ കുടിക്കാതെ ഒരുപാട് നാളായിട്ട് ഡീഹൈഡ്രേഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർക്കും ഈ മറവി കുറച്ച് കാര്യങ്ങൾ അവർ നേരിടേണ്ടി വരും. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിൽ ആദ്യം തന്നെ ഈ അടുത്ത് നടന്ന കാര്യങ്ങൾ അവർ പെട്ടെന്ന് മറന്നു പോകുക. പഴയ കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ചും കൂടി ഓർമ്മയുണ്ടാകും. പക്ഷെ ഇന്നലെയും മിനിഞ്ഞാന്നും നടന്ന കാര്യങ്ങൾ അവർക്ക് അവരുടെ മെമ്മറിയിൽ ഇല്ലാത്തൊരവസ്ഥ, അത് പെട്ടെന്ന് തന്നെ മറന്നു പോകുക. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, കൂടുതലായിട്ടും ഒരു രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുക. പിന്നെ നമ്മൾ സ്ഥിരം വെക്കുന്ന ഫോണ്, ചീപ്പ്, ഈ പേഴ്സ് കാര്യങ്ങളൊക്കെ എവിടെയാണ് വെക്കുന്നത് എന്നുള്ളത് അവർ മറന്നു പോകുക. ഇനി ഒരു സാധനം കണ്ടുപിടിക്കാനാണെങ്കിലും ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവര് വെക്കുന്ന സ്ഥലത്തായിരിക്കില്ല വെക്കുക, മറന്ന് വേറെ പലയിടത്തും ഇത് കൊണ്ടുവെക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് തപ്പി നടക്കുന്ന അവസ്ഥ. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ഒരു കൺഫ്യൂഷൻ, ചില വാക്കുകൾ ഇവർക്ക് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അത് ഓർത്തെടുക്കാനായിട്ട് കഷ്ടപ്പെടുക. ഇത് റിലേറ്റഡ് ആയിട്ട് മൂഡ് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരിക. ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? മെയിൻ ആയിട്ട് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒമേഗ-3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതായത് മത്സ്യം കാര്യങ്ങളാണെങ്കിലും അവോക്കാഡോ ആണെങ്കിലും ഇതിലൊക്കെ നന്നായിട്ട് ഒമേഗ-3 ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം. പിന്നെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യമാണ് ഇലവർഗ്ഗങ്ങൾ. ഇത് സ്മൂത്തി ആയിട്ട് നിങ്ങൾക്ക് കുടിക്കാം, അല്ലെങ്കിൽ സൂപ്പ് റിലേറ്റഡ് ആയിട്ട് സൂപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി കുടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കറി വെച്ച് നോർമലി ഇലവർഗ്ഗങ്ങൾ കറി വെച്ച് എങ്ങനെയാണോ കഴിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ബി വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് എടുക്കുക. അതാണ് ഈ മുട്ടയിലാണെങ്കിലും പാൽ ഐറ്റംസിലാണെങ്കിലും ബി വിറ്റമിൻസ് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, സൺഫ്ലവർ സീഡ്സ്, ബദാം, ചീര, മഞ്ഞൾ കാര്യങ്ങളിലൊക്കെ ഈ ഒരു പറയുന്ന വിറ്റമിൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഈ നെല്ലിക്ക ആണെങ്കിലും അത് ജ്യൂസ് ആയിട്ടാണെങ്കിൽ കുടിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. ഇനി എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം? പ്രത്യേകിച്ച് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, റിഫൈൻഡ് കാർബ്സ്, അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതിനൊട്ടും തന്നെ ഹെൽപ്പ് ചെയ്യില്ല. ഇത് അഗ്രവേറ്റ് ആകാനായിട്ടും കാരണമാകുന്നുണ്ട്. ഇനി എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? കൂടുതലും ബ്രെയിൻ ഡെവലപ്മെന്റിന് പറ്റിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. അതായത് പസിൽസ്, മെഡിറ്റേഷൻ, പുതുതായിട്ട് എപ്പോഴും കാര്യങ്ങൾ പഠിക്കുക, നല്ലപോലെ ബുക്ക് വായിക്കുക. ഇതൊക്കെ നമുക്ക് മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ദിസ് ഇസ് ഡോക്ടർ എല്ല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.